എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം ആ വ്യക്തി സ്വാധീനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പുലി എന്ന ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. ടറോട്ട് കാർഡ് റീഡിംഗ് പ്രകാരം ഇവിടെ പുലി എന്ന ഫയൽ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായി വരുന്നൊരു കാർഡ് എന്ന് പറയുന്നത് ലവേഴ്സ് എന്ന കാർഡാണ്. പുലി ഫയലായി തിരഞ്ഞെടുത്തവർ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വല്ലാത്ത രീതിയിലുള്ളൊരു ആകർഷണമുണ്ട്. ഒരാൾക്ക് മറ്റൊരാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിരുകളില്ലാത്ത, അതിർവരമ്പുകളില്ലാത്ത വലിയ ബന്ധവും നിങ്ങൾ തമ്മിലുണ്ട്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരമുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന വ്യക്തിയാണ്. പുലി ഫയൽ തിരഞ്ഞെടുത്തവർ രണ്ടാമത്തെ കാർഡ് മൂൺ എന്ന കാർഡാണ്. മറഞ്ഞിരിക്കുന്ന വികാരങ്ങൾ, ജീവിതത്തിൽ കുഴപ്പങ്ങളിലേക്ക് ചാടിപ്പോയേക്കാമെന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഒക്കെ ആദ്യത്തെ ഫയലുകാരുടെ വ്യക്തിയിലുണ്ട്. അവർ വഴിതെറ്റിക്കുന്ന എന്തോ അവരുടെ ചിന്തകളിലുണ്ട്. അവർ ശരിയെന്ന് വിചാരിക്കുകയും എന്നാൽ അത് തെറ്റായ കാര്യങ്ങൾ അവരിലേക്ക് കൊണ്ടുപോകുന്നു. ഒരുപക്ഷെ ബന്ധത്തെ തന്നെ അത് തകർത്തെറിയാൻ കാരണമായേക്കാം. നിങ്ങളെക്കുറിച്ച് ആരോ മോശമായി ആ വ്യക്തിയോട് പറയുന്നു എന്നുള്ള രീതിയിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ അത് കേട്ടിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം കുറഞ്ഞിട്ടില്ല. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സ് ആശയക്കുഴപ്പം നിറഞ്ഞിരിക്കുകയാണ്. ഈ പുലി എന്ന ഫയൽ തിരഞ്ഞെടുത്തതിൻ്റെ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് വാൺസ് ആണ്. തീവ്രമായ ആഗ്രഹവും ആധിക്യവും ആകസ്മികമായ ചിന്തകളും ആ വ്യക്തിയെ പൊറുതിമുട്ടിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഇപ്പോൾ ആ വ്യക്തിക്കുള്ളൂ. ആരോ നിങ്ങളെ മോശമാക്കാൻ ആ വ്യക്തിയോട് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ വ്യക്തി അത് വിശ്വസിച്ചിട്ടില്ല, ആ വ്യക്തി അത് ഉൾക്കൊണ്ടിട്ടില്ല. ആ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോട് സ്നേഹമാണ്, ഇഷ്ടമാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് അഗാധമായി സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളത് ആദ്യത്തെ ഫയൽ തിരഞ്ഞെടുത്തവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും ഉണ്ടാകുന്നുവെന്ന് നേരത്തെ പറഞ്ഞത് സത്യമാണ് എന്നുള്ളതാണ് ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തതായി രണ്ടാമത്തെ കഴുകൻ എന്ന ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. കിങ് ഓഫ് സ്വാർഡ് എന്നുള്ള കാർഡാണ് കഴുകന് വേണ്ടി ആദ്യം വരുന്നത്. യുക്തിബോധവും വിശദമായ ചിന്തയും നിയന്ത്രിതമായ വികാരങ്ങളും മാത്രമേ ആ വ്യക്തിക്കുള്ളൂ. നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, നിങ്ങളെപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മുന്നോട്ട് നയിക്കപ്പെടുന്നില്ല, ഒന്നും മനസ്സിലാക്കാനും കഴിയുന്നില്ല. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച്, നിങ്ങളോട് ഇഷ്ടം പോലെ സ്നേഹമുള്ളപ്പോഴും ആ വ്യക്തി യുക്തിസഹമായി ചിന്തിക്കുന്നു. കൂടുതൽ റൊമാൻറ്റിക് ആകുന്നില്ല ആ വ്യക്തി. കാര്യഗൗരവത്തോടു കൂടി മാത്രമേ ഓരോന്നിനെയും ആ വ്യക്തി സമീപിക്കുന്നുള്ളൂ. ആ വ്യക്തിയുടെ മനസ്സ് അങ്ങനെയാണ് പോകുന്നത്. കൃത്യമായി ഒരകലം ആ വ്യക്തി പാലിക്കുന്നുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഫയലിൻ്റെ രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. 4 ഓഫ് കപ്സ് ആണ്. അകലം പാലിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, നിങ്ങളെ സ്നേഹിക്കുമ്പോഴും നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ ആ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആ വ്യക്തി ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നിങ്ങളെ മറന്നു പോകുന്നതാണോ എന്നറിയില്ല. നിങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നു. സ്നേഹമുള്ളത് മനസ്സിൻ്റെ ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ആ വ്യക്തി നിൽക്കുകയാണ്. രണ്ടാമത്തെ ഫയലിൻ്റെ മൂന്നാമത്തെ കാർഡ് നമുക്ക് നോക്കാം. 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സമാനതകളില്ലാത്ത ബന്ധം. ആ ബന്ധം നോ കോണ്ടാക്ട് സിറ്റുവേഷനും അകൽച്ചയും ഉണ്ടായതിനു ശേഷം കൂടുതൽ അടുക്കുന്നു എന്നുള്ളതാണ്. അതായത് രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്തവരുടെ ബന്ധത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാൽ പോലും അവർ പിന്നീട് ഒരുമിച്ച് ഒരേ മെയ്യും ഒരേ മനസ്സുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ
നിങ്ങൾ ഭയപ്പെടാനില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന റീഡിങ്. വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ബുദ്ധിപരമായൊരു ചിന്ത മാത്രമേ ആ വ്യക്തിയുടെ മനസ്സിലുള്ളൂ. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് സ്വാർഡാണ്. ഇത് വികാരങ്ങളുണ്ടെങ്കിലും അവയെ ആ വ്യക്തി കൃത്യമായി നിയന്ത്രിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് നിങ്ങളോട് സ്നേഹമുള്ളപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം മറച്ചു വെക്കാൻ ആ വ്യക്തി തയ്യാറാകുന്നു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ പുറമേ ഒരു അകലം പാലിക്കാൻ അവർ എന്തുകൊണ്ടോ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും സുരക്ഷയെ വിചാരിച്ചാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടെന്നറിഞ്ഞാൽ ശത്രുക്കൾ വന്ന് നിങ്ങളെ തകർക്കുമോ എന്നുള്ള ഭയമാണ്. അതുകൊണ്ട് പുറമെ ബുദ്ധിപരമായ അകലം പാലിക്കുന്നതാകാം, ഉള്ളിലുണ്ടാകും, മനസ്സിലെപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം. അവർക്ക് ബന്ധത്തിൽ നിന്ന് അകൽച്ചയല്ല, അവർ ബുദ്ധിപരമായി നിങ്ങളിൽ നിന്ന് അകലുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്, മനസ്സിൽ നിങ്ങളുണ്ട്. സ്നേഹത്തെ ബുദ്ധിപരവും പ്രാക്ടിക്കലായിട്ട് അവർ കാണുന്നു. വെറുതെ കൊഞ്ചാനും കുഴയാനും രണ്ടാമത്തെ പൈലുകാർക്ക് സമയമില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രാക്ടിക്കലായ സ്നേഹമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടൻ തന്നെ ആ മനസ്സ് ഉലയുകയും നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.